എല്ലാവർക്കും വന്ദനം. ഞാനിവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് classmarker.com എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് എങ്ങനെയാണ് എക്സാമിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഓൺലൈൻ എക്സാംസ് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ സ്റ്റുഡൻസിന് അത് രജിസ്റ്റർ ചെയ്യാനും അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഡെമോ ആണ്. ഇതിനകത്ത് ഞാൻ ഈ സെക്ഷനെ ഈ ഒരു ക്ലാസ്സിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മൾ ക്ലാസ് മാർക്കർ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ആസ് എ ടീച്ചർ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള രീതി ഞാൻ ആദ്യം കാണിക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഒരു എക്സാം ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ടെസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് എങ്ങനെ ആഡ് ചെയ്യുന്നത് എന്നത് കാണിക്കാം. അതിനുശേഷം ഈ എക്സാമിനേഷൻ ക്രിയേറ്റ് ചെയ്ത എക്സാമിനേഷൻസ് എങ്ങനെ നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ചും കാണിക്കാം. അതിനുശേഷം എക്സാംസിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ്, അതിൻ്റെ ടൈമിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നത് കാണിക്കും. അതിനുശേഷം സ്റ്റുഡൻസിന് ഇതെങ്ങനെയായിരിക്കും, അവരെങ്ങനെ അത് കാണുന്നത്, അവരെങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത് എന്നത് കൂടെ കാണിച്ചിട്ട് ഈ ഡെമോ ക്ലോസ് ചെയ്യാം. അപ്പം ആദ്യമായി നമ്മൾ പോകേണ്ടത് classmarker.com എന്ന് പറയുന്ന ലിങ്കിലാണ്. അതിൽ പോയ ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് രജിസ്റ്റർ ഫ്രീ എന്ന് പറയുന്ന ഈ ലിങ്കിൽ പോവാം. ഈ ലിങ്കിൽ പോകുമ്പോൾ നമുക്ക് ടെസ്റ്റ് ടേക്കേഴ്സ് അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈ 2 ഓപ്ഷനാണുള്ളത്. നമ്മുടെ സ്റ്റുഡൻസിന് ഈ ലിങ്ക് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. കാരണം അവർ അറ്റൻഡ് ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് ഈ ലിങ്ക് യൂസ് ചെയ്യാം. അതേസമയം അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എഡ്യൂക്കേഷൻ യൂസിന് വേണ്ടി ആയതുകൊണ്ട് നമുക്കിത് ക്ലിക്ക് ചെയ്യാം. കാരണം ഇതൊരു നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന് അവർ കൊടുക്കുന്ന ഓപ്ഷൻസ് ആണ്. അപ്പം നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഇത് നമുക്ക് ഒരു 100 എക്സാം വരെ 100 സ്റ്റുഡൻസിന് വരെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാനും ഫ്രീ ആയിട്ട് അതിനെ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അപ്പം നമ്മുടെ പേരും ലാസ്റ്റ് നെയിമും യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഇവിടെ എൻ്റർ ചെയ്യുക. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് ഐ അഗ്രി ടു classmarker.com ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്ത ശേഷം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ യൂസർ നെയിം എന്തുവാണോ നമ്മളിവിടെ കൊടുത്തേക്കുന്നത്, പാസ്വേഡ് എന്തുവാണോ കൊടുത്തേക്കുന്നത്, അതിൻ്റെ പാരാമീറ്റേഴ്സാണ് പറയുന്നത്. മിനിമം 3 ക്യാരക്ടേഴ്സ് ആൻഡ് ഓൺലി കണ്ടെയ്ൻ നമ്പർ, ലെറ്റർ, അണ്ടർസ്കോർ ആൻഡ് മാക്സിമം 1 ഡോട്ട്. ഈ ഇങ്ങനത്തെ ഒരു പാരാമീറ്ററിൽ വേണം നമ്മൾ യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ സെയിം വെബ്സൈറ്റിലേക്ക് വരാനും അവിടെ നമുക്ക് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇനിയും ലോഗിൻ ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കവറായി. എങ്ങനെയാണ് ക്ലാസ് മാർക്കറിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു പുതിയ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് മാർക്കറിൻ്റെ ഡാഷ്ബോർഡിൽ നമുക്ക് ടെസ്റ്റ്, അതുപോലെ ഗ്രൂപ്പ്സ്, അതുപോലെ ലിങ്ക്സ്, 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഈ ഓപ്ഷൻ, ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പുതിയ എക്സാമിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഓപ്ഷൻ ഉപയോഗിച്ചാണ്. അതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിവിടെ കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു ബാങ്കാണ്, ഒരു റെപ്പോസിറ്ററി ആണ് അത്. അപ്പോൾ ബേസിക്കായിട്ട് ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നതിനകത്ത് ഞാനത് പിന്നീട് വരാം. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റാണ്. നമ്മൾ ഇപ്പോൾ ക്ലാസ് 1 സ്റ്റുഡൻസിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതൊക്കെ കാണുന്ന ഒരു സംഭവം. അത് ഞാൻ ലേറ്റർ ഓൺ ഞാൻ അതിലേക്ക് വരാം. ആദ്യം നമ്മുടെ ടെസ്റ്റിലേക്ക് പോകാം. നമ്മൾ പുതിയൊരു ടെസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റിൽ ഇവിടുത്തെ ഈ റെഡ് ബട്ടൺ ന്യൂ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പം പുതിയൊരു ടെസ്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അവിടെ നമുക്ക് നമ്മുടെ ടെസ്റ്റിൻ്റെ എക്സാമിനേഷൻ്റെ പേര് കൊടുക്കുക. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന പേര് കൊടുത്തിട്ട് സ്റ്റാർട്ട് ആഡിങ് ക്വസ്റ്റ്യൻസ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ക്ലാസ് 2 എക്സാം എന്ന് കൊടുത്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. നമ്മുടെ ടൈറ്റിൽ ഇവിടെ കാണാം.
ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ ഇതിനകത്ത്, അതുകൊണ്ട് 0 ക്വസ്റ്റ്യൻസ് കാണിക്കുന്നു. ഇതിന് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1 by 1 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ക്വസ്റ്റ്യനിൽ പോയിട്ട് ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ കൊടുക്കുക. അപ്പം അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് എടുത്ത് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാവുന്നതാണ്. അതുപോലെ റാൻഡം ആയിട്ടുള്ള വേറെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. അതൊക്കെ എല്ലാം ചിലതൊക്കെ നമുക്ക് പെയ്ഡ് വേർഷൻസിലാണ് വരുന്നത്. ഞാൻ ഫ്രീ വേർഷൻ്റെ മാത്രം കാര്യമാണ് കാണിക്കുന്നത്. ഞാൻ അതിനകത്തൊരു ബേസിക് ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ആഡ് ചെയ്യുന്ന വരുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഒന്ന് ട്രൂ ആൻഡ് ഫോൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം, മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം, ഫ്രീ ടെക്സ്റ്റ്, ഗ്രാമർ, എസ്സേ, ഇങ്ങനെ 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്കൊരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഓപ്ഷൻസ് കൊടുത്തു. അപ്പം ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്യാം. ഞാനിവിടെ ആൻസർ ചൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഇതിന് എത്ര മാർക്ക് കൊടുക്കണം. ഡിഫോൾട്ടായിട്ട് 1 മാർക്ക്. നമുക്ക് വേണമെങ്കിൽ 2 മാർക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മാർക്സ് കൊടുക്കാം. റാൻഡമൈസ് ആൻസേഴ്സ് എന്ന് പറയുന്നത് പല സ്റ്റുഡൻസിനും പല ഓപ്ഷനിൽ പല ഓർഡറിൽ ആൻസേഴ്സ് കാണാൻ വേണ്ടിയാണ് റാൻഡമൈസ് ആൻസേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ റേഡിയോ ബട്ടണും ചെക്ക് ബോക്സ് എന്നും പറയുന്നത്, റേഡിയോ ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ സ്റ്റുഡൻസ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കാണുമ്പം അവർക്കത് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ, അതായത് ഞാനൊരു പ്രിവ്യൂ കാണിക്കാം ഇവിടെ, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മാത്രമേ അവർക്ക് ചൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് റേഡിയോ ബട്ടൻ്റെ പ്രത്യേകത. എന്നാൽ ഞാനിവിടെ റേഡിയോ ബട്ടന് പകരം ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രിവ്യൂ എടുക്കുമ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ ആൻസേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പല ഉത്തരങ്ങൾ ഓപ്ഷനും ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ബോക്സ് ഓപ്ഷനും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇതോടെ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ക്വസ്റ്റ്യൻ 1 ക്വസ്റ്റ്യൻ 1 ഫിക്സഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. അതിൻ്റെ മാർക്സ് 2 പോയിന്റ്സ് ആണ് അതിനുള്ളത്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ. സോ ഞാനിവിടെ ഒരു ട്രൂ ഓർ ഫോൾസ് കേസ് എഴുതുകയാണ്. ഇപ്പോൾ പോൾ റോട്ട് ദ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതിയിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നത് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരും. ഇപ്പം നമ്മളിവിടെ കറക്റ്റ് ആൻസർ ഡിഫൈൻ ചെയ്യണം. ഇത് ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് ഞാനിവിടെ ഡിഫൈൻ ചെയ്യുന്നു. അതിന് ഞാൻ 1 മാർക്ക് കൊടുക്കുന്നു. ഇപ്പം നമുക്ക് പ്രിവ്യൂ എടുക്കുമ്പോൾ സ്റ്റുഡൻറ്റിന് ഇങ്ങനെയാണ് കാണുന്നത്. ഈ ടിക്ക് കാണത്തില്ല. അത് നമ്മൾ ആൻസർ സെലക്ട് ചെയ്ത് കറക്റ്റ് ഇതാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. സ്റ്റുഡൻറ്റ് നോക്കുമ്പോൾ ഇത്രയും മാത്രമേ കാണത്തുള്ളൂ. അവരതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇത് റേഡിയോ ബട്ടൺ ആയിരിക്കുമോ ഓൾവേസ്, ബിക്കോസ് ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാണല്ലോ കറക്റ്റ്. ഞാനതും സേവ് ചെയ്യുന്നു. ഇനി തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇതുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് മാച്ച് ദ ഫോളോയിങ്ങിൽ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ, അതായത് എഗൻസ്റ്റ് വരുന്ന ഓരോ മാച്ചിങ്ങിനും ക്ലൂ എന് മാച്ച് അത് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് സ്റ്റുഡൻസിന് കാണാൻ സാധിക്കും. മൾട്ടിമീഡിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഏകദേശം, പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ ഇമേജസ് ഒക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യാം. അതാണ് മൾട്ടിമീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പോയിന്റ്സ് എന്ന് പറയുമ്പം ഇതിനകത്ത് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഫുൾ നമ്മൾ കൊടുക്കുന്ന മാർക്സ് ഫുൾ കിട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ 5 മാച്ചസ് ഉണ്ട്. അതിനകത്ത് 5 മാർക്കാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രം ആ ഫുൾ മാർക്സ് കിട്ടുന്നതിനാണ് സിംഗിൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി പെർ മാച്ച് എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് വേണേൽ മാർക്സ് ഡിറ്റർമൈൻ ചെയ്യാം. ഓരോ മാച്ച് ഇപ്പം ഫസ്റ്റ് മാച്ച് കറക്റ്റ് ആക്കിയ ആൾക്ക് 1 മാർക്ക് ഇടാം. ഇനി തെറ്റിയെങ്കിൽ മൈനസ് നമുക്ക് 0.5 മാർക്സ് മൈനസും ഇടാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് ഈച്ച് മാച്ചിന് നമുക്ക് മാർക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന രീതിയിൽ പ്ലസും മൈനസും കൊടുക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷനും ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ ഉണ്ട്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഫ്യൂ മാച്ചസ് ഞാനിവിടെ ഇടുവാണ്.
അപ്പോൾ നമ്മൾ എഗൻസ്റ്റ് ഇടേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കണം നമ്മൾ എഗൻസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 3 മാച്ച് ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയാൽ 1 മാർക്കും, റോങ് ആയ -0.5 കൊടുത്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയ 1 മാർക്കും, തെറ്റിപ്പോയാൽ -0.5 കൊടുത്തു. തേർഡ് അതുപോലെ തന്നെ നമുക്കിത് ഏത് വാല്യൂസും നമുക്ക് കീപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ താഴോട്ട് വരുമ്പം നമുക്കിതിനകത്ത് മാച്ചസ് മാത്രം ഷഫിൾ ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഈ റൈറ്റ് സൈഡ് മാത്രം ഷഫിൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് കാണിക്കാനും, ക്ലൂസ് ഷഫിൾ ചെയ്യാൻ, അതായത് ഫസ്റ്റ് സെക്ഷൻ മാത്രം ഷഫിൾ ചെയ്യുന്ന രീതിയിലും നമുക്ക്, അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻസ് മാത്രം ഷഫിൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണിക്കാം. അപ്പം ഞാനൊരു പ്രിവ്യൂ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഇവിടെ ഞാൻ റൈറ്റ് സൈഡ് മാത്രം ഷഫിൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഞാനിത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബുക്ക് എന്നുള്ളത് സെയിം ഓർഡറിൽ കണ്ടു. എന്നാൽ ആൻസേഴ്സ് വേറൊരു ഷഫിൾഡ് ഓർഡറിലാണ്, റാൻഡം ഓർഡറിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബുക്കിന് എനിക്ക് അവിടെ ആൻസേഴ്സ് സെലക്ട് ചെയ്യാം. എന്നിട്ട് സ്റ്റുഡൻറ്റിന് ആൻസർ സെലക്ട് ചെയ്യാം. എന്നിട്ട് അവർക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഫ്രീ ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പല ഒരു ക്വസ്റ്റ്യന് പല ആൻസേഴ്സ് സ്റ്റുഡൻറ്റിന് എൻ്റർ ചെയ്യാവുന്ന രീതിയിൽ, അതായത് ഹു വാസ് പ്രോഫറ്റ് ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നു, അതിൻ്റെ മൾട്ടിപ്പിൾ ആൻസേഴ്സ് നമുക്ക് കൊടുക്കാം. ജോൺ എന്ന് കൊടുക്കാം. ഇതിപ്പം നമ്മൾ പ്രോബബിൾ ആൻസേഴ്സ് ആണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. സ്റ്റുഡൻറ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്താൽ അവർക്ക് മാർക്കാണ്. അപ്പം ഓക്കെ, സോ ഇതെല്ലാം പ്രോബബിൾ ആൻസേഴ്സ് ആണ്. ഈ പ്രോബബിൾ ആൻസേഴ്സിൽ ഏതെങ്കിലും ആൻസർ കറക്റ്റ് ആയാൽ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന പോയിന്റ്സ് സ്റ്റുഡൻറ്റിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇതിൽ 2 മാർക്സ് സെറ്റ് ചെയ്താൽ ഇത് ഏതെങ്കിലും ഒന്ന് സ്റ്റുഡൻറ്റ് കറക്റ്റായിട്ട് ഇതുമായിട്ട് മാച്ചായി വന്നാൽ അവർക്ക് ആ 2 മാർക്സ് കിട്ടും. ഇനി ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻകറക്റ്റ് വേർഷനും കറക്റ്റ് വേർഷനും നമ്മൾ കൊടുക്കുന്നു. അതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് വേർഷൻ സ്റ്റുഡൻറ്റ് കറക്റ്റ് ചെയ്ത് തിരിച്ച് ആൻസർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, God created men in his own image എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബിബ്ലിക്കൽ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് God created man in his own image എന്നാണല്ലോ. അപ്പം ഇത് ഈ സ്റ്റുഡൻറ്റ് വന്നിട്ട് ഈ മെൻ എന്നുള്ളത് മാറ്റി മാൻ ആക്കിയാൽ ആ സ്റ്റുഡൻറ്റിന് ഈ മാർക്സ് കിട്ടും എന്നാണ് ഈ ഗ്രാമർ ക്വസ്റ്റ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എസ്എ ക്വസ്റ്റ്യൻസ്, നമുക്കൊരു എസ്എ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. റൈറ്റ് ആൻ എസ്എ ഓൺ ഫ്രീ വിൽ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എസ്എക്ക് നമുക്ക് ഒരു 10 മാർക്സ് കൊടുത്താൽ സ്റ്റുഡൻറ്റിന് അവിടെ ഫ്രീ ടെക്സ്റ്റ് കാണാൻ സാധിക്കും. എത്ര വേണേലും അവിടെ സ്റ്റുഡൻറ്റിന് ആൻസർ ചെയ്യാം ഈ ഒരു എസ്എ. എന്നിട്ട് അത് ടീച്ചർ ഇവാലുവേറ്റ് ചെയ്ത ശേഷം ടീച്ചർ ആയിരിക്കും അതിന് ഗ്രേഡ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ഗ്രേഡിങ് ഈ എസ്എ ക്വസ്റ്റ്യൻസിന് കാണത്തില്ല. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിനും ഓട്ടോമാറ്റിക് മാർക്ക് കിട്ടും. പക്ഷേ എസ്എ ക്വസ്റ്റ്യന് ഓട്ടോമാറ്റിക് ഗ്രേഡിങ് കിട്ടത്തില്ല. ലേറ്റർ ഓൺ ടീച്ചർ വരും, എന്നിട്ട് ടീച്ചറാണ് അതിന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തു, 17 പോയിന്റ്സ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻസിന്. ഇനിയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം നമ്മൾ സെക്കൻഡ് സെക്ഷൻ കവർ ചെയ്തു. ക്രിയേറ്റിംഗ് എ ന്യൂ ടെസ്റ്റ് നമ്മൾ കവർ ചെയ്തു. ഇനിയും ആഡിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഇനി എങ്ങനെയാണ് ഇത് അസൈൻ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പം ഒരു സ്റ്റുഡൻറ്റിന് അസൈൻ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്കിപ്പം ഉള്ളത് ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് അസൈൻ ടു ഗ്രൂപ്പ് ആൻഡ് ക്രിയേറ്റ് ലിങ്ക് ആണ്. ഇത് യൂഷ്വലി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അസൈൻ ടു ഗ്രൂപ്പ് നോക്കാം. അസൈൻ ടു ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ
ന്യൂ ഗ്രൂപ്പിൽ ആഡ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫോർ എക്സാമ്പിൾ ക്ലാസ് 3 സ്റ്റുഡൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ഗ്രൂപ്പ് ചെയ്യുന്നു. ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. ഇപ്പം ക്ലാസ് 3 സ്റ്റുഡൻസിന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. ഇനി നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനെയും നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. അതിന് ആഡ് മെമ്പേഴ്സ് കൊടുക്കുക. ഇവിടെ രജിസ്റ്റർ നൗ ഉണ്ട്, സെൽഫ് രജിസ്ട്രേഷൻ ഉണ്ട്. ഈ ലിങ്ക് ഉപയോഗിച്ച് വേണമെങ്കിൽ സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് സ്റ്റുഡൻസേ ഉള്ളെങ്കിൽ ഈ ഓപ്ഷൻ ആയിരിക്കും ഈസി. കാരണം നമുക്ക് ജസ്റ്റ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മാത്രം കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ ജോൺ ഫസ്റ്റ് നെയിം കോമ ലാസ്റ്റ് നെയിം ആണ് ടെംപ്ലേറ്റ്. അതിൻ്റെ കോമ ഇമെയിൽ അഡ്രസ്സ് കൂടി ഇട്ടാൽ നമുക്ക് അവർക്ക് ഇമെയിലും പോകും. ഇനി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അവരുടെ ഐ ഡിക്ക് വേണ്ടിയുള്ള പാസ്വേഡ്, എന്തെങ്കിലും ഒരു കോമൺ പാസ്വേഡ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇമെയിൽ ഉണ്ടെങ്കിൽ ഇവിടെ യെസ് സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് ലോഗിൻ ഡീറ്റെയിൽസ് അവരുടെ ഇമെയിലിലേക്ക് അയക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നോ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് രജിസ്റ്റർ ന്യൂ യൂസേഴ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തു. ജോൺ മാത്യു എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിനെ രജിസ്റ്റർ ചെയ്തു. ഇമ്മീഡിയറ്റ്ലി ഒരു യൂസർ നെയിം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി. ജോൺ മാത്യു 6 എന്ന് പറയുന്ന ഒരു യൂസർ നെയിമും പാസ്വേഡ് നമ്മൾ കൊടുത്ത പാസ്വേഡ് അവിടെ സെലക്ട് ആയി. അപ്പോൾ ജോൺ മാത്യു എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് ഈ ലിങ്കും classmarker.com എന്ന ഈ ഫുൾ ലിങ്കും ഈ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് അവരുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. അവരുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്ക് നോക്കാം ആ സ്റ്റുഡൻറ്റിന് അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ വേറൊരു ബ്രൗസറിൽ പോയി ഞാൻ അത് ഓപ്പൺ ചെയ്യാണ്. ഈ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ജോൺ മാത്യു എന്നാണല്ലോ നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന യൂസർ ഐ ഡി. അത് എൻ്റർ ചെയ്യുക. അതുപോലെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. എക്സാം 2020 സ്റ്റാർ ഒരു ജനറിക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു, ലോഗിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജോൺ മാത്യു എന്ന സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആയി. ഇനിയും ഈ സ്റ്റുഡൻറ്റിന് ഇതുപോലെ നമുക്ക് വേറൊരു സ്റ്റുഡൻറ്റും കൂടെ കാണും. അപ്പോൾ നമ്മൾ വീണ്ടും അതേപോലെ തന്നെ ആഡ് മെമ്പർ കൊടുത്തിട്ട് വീണ്ടും യൂസ് ദിസ് ഓപ്ഷൻ കൊടുക്കുക. പുതിയ സ്റ്റുഡൻറ്റിനെ ജെസി കോമ ജോർജ്, രണ്ടാമത്തെ സ്റ്റുഡൻറ്റിനെ നമ്മൾ ആഡ് ചെയ്തു, പാസ്വേഡ് കൊടുത്തു. സെയിം ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക, രജിസ്റ്റർ ന്യൂ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ പുതിയൊരു ഐ ഡിയും പാസ്വേഡും ആ സ്റ്റുഡൻറ്റിന് ജനറേറ്റ് ആവും. ഇത് ആ സ്റ്റുഡൻറ്റുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് അവരുടെ പ്രൊഫൈലിലേക്ക് കയറാം. ഇനിയിപ്പം നമുക്ക് ഈ ക്ലാസ് 3 സ്റ്റുഡൻറ്റിലേക്ക് നമ്മുടെ എക്സാം അസൈൻ ചെയ്യണം. അതിന് നമ്മുടെ ടെസ്റ്റിൽ പോയ ശേഷം ഞാൻ ഇവിടെ ക്ലാസ് 1 ക്ലിക്ക് ചെയ്തിട്ട് അസൈനിലാണ് പോകേണ്ടത്. അസൈൻ ക്ലിക്ക് ചെയ്ത ശേഷം അസൈൻ ടു ഗ്രൂപ്പ് നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷൻസ് വന്നു. അവിടെ അസൈൻ ടു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ക്ലാസ് 3 സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ ക്ലാസ് 3 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആ സ്റ്റുഡൻസിന് ഇപ്പം പറഞ്ഞ 2 സ്റ്റുഡൻസിനും ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻ ചെയ്യാനുള്ള പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അവൈലബിലിറ്റി, ഇനി ഇവിടെ നമ്മൾ അസൈൻ ചെയ്ത ശേഷം സെറ്റിങ്സിലേക്കാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇത് എപ്പോഴൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കുന്നത്, എത്ര നേരത്തേക്കായിരിക്കും, എത്ര അറ്റംപ്റ്റ്സ് ഉണ്ട്, ഇതെല്ലാം ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ അവൈലബിലിറ്റിക്കകത്ത് നമുക്ക് നോക്കുമ്പോൾ കറൻ്റ്ലി അവൈലബിൾ, കറൻ്റ്ലി അൺഅവൈലബിൾ, ഇത് ഇമ്മീഡിയറ്റ്ലി തന്നെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ കറൻ്റ്ലി അവൈലബിൾ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി അങ്ങനല്ല, നമ്മളിത് പിന്നീട് ഒരു ദിവസത്തേക്കാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ടൈം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് ഇപ്പം ഇന്ന് നവംബർ 10 ഇപ്പം 1:57 ഞാൻ 2 o'clock തൊട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 2 to 3 വരെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റുഡൻസിന് ഈ ഒരു 1 hourനുള്ളിൽ ഇടയ്ക്ക് സ്റ്റുഡൻസിന് അവരുടെ പ്രൊഫൈലിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു റേഞ്ച് കാണിക്കുന്നത്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നമുക്ക് യൂഷ്വലി 1 attempt ആണ് എല്ലാ എക്സാമിനും കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സും അവർക്ക് കൊടുക്കാൻ ഉള്ള ഓപ്ഷനാണ് ഇത്. എത്ര പ്രാവശ്യം അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക, അതായത് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2, 3 അങ്ങനെ മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ഇനി ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്, ഇത് കാണിക്കണോ വേണ്ടയോ എന്ന
ഒരു ഓപ്ഷനാണ്. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവർ കാണാനിടയായിത്തീരും. ഇനി ടൈം ലിമിറ്റ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് എത്ര സമയം കൊടുക്കണം. അപ്പോൾ ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതുകൊണ്ട് ഞാൻ ഇതിന് 5 മിനിറ്റ്സിൻ്റെ ടൈം കൊടുക്കുന്നു. നമുക്ക് ലോജിക്കലായിട്ടുള്ള ഒരു ടൈം പീരീഡ് അവിടെ സെറ്റ് ചെയ്യുക. റെസ്യൂം ലേറ്റർ എന്നുള്ള ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് സേവ് ചെയ്ത് പിന്നീട് ബാക്കി അറ്റൻഡ് ചെയ്യാൻ, ഒരു പകുതി എക്സാം അറ്റൻഡ് ചെയ്ത് പിന്നീട് സേവ് ചെയ്തിട്ട് പിന്നീട് ബാക്കി അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. യൂഷ്വലി അത് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാറില്ല, അറ്റ് എ ടൈം തന്നെയാണല്ലോ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ ഡിസ്പ്ലേ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പേജിൽ എത്ര ക്വസ്റ്റ്യൻസ് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു പേജിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ പെർ പേജ് 3 എന്ന് സെലക്ട് ചെയ്താൽ അത് കാണിക്കാൻ സാധിക്കും. പിന്നെ പോയിന്റ്സ്, ആ ക്വസ്റ്റ്യൻ്റെ എത്ര പോയിന്റ്സ് ഉണ്ട് അതൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇത് ടിക്ക് ചെയ്താൽ മതി. റാൻഡമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ എടുക്കാം. ക്വസ്റ്റ്യൻസ് റാൻഡം ഓർഡറിൽ നമ്മൾ ഇട്ടിരിക്കുന്ന അതേ ഓർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ പല സ്റ്റുഡൻസിനും പല ഓർഡറിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റാൻഡമൈസ് ചെയ്യാം. മാൻഡേറ്ററി, ഇത് മസ്റ്റ് ആൻസർ എന്നുള്ള മാൻഡേറ്ററി നമ്മൾ സെലക്ട് ചെയ്താൽ എല്ലാ ആൻസേഴ്സും എന്തെങ്കിലും ഒരു ആൻസർ എല്ലാ ക്വസ്റ്റ്യനും സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ സബ്മിറ്റ് ചെയ്യാൻ അവർ അലൗ ചെയ്തില്ല. അതേസമയം നമുക്ക് ഓട്ടോലി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓട്ടോ ഫിനിഷ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസും ഒക്കെ ഇതിനകത്തുണ്ട്. ഇനിയും റിസൾട്ട്സ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, എക്സാം കംപ്ലീറ്റ് ചെയ്യുന്ന ഉടനെ തന്നെ നമുക്ക് ആ പോയിന്റ്സും പെർസെൻറ്റേജും കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെലക്ട് ചെയ്യണം. അതുപോലെ വേറെയും ഒത്തിരി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പാസ് മാർക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് പാസ് ആവുന്നത് എന്ന് ഡിഫൈൻ ചെയ്യാം. പാസ് ആയെങ്കിൽ എന്തുവാണ്, പോസിറ്റീവ് ആണെങ്കിൽ എന്തുവാ മെസ്സേജ് കാണിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഫെയിൽ ആയെങ്കിൽ എന്തുവാണ് മെസ്സേജ് കാണിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ഡിഫൈൻ ചെയ്യാം. അതുപോലെ ഇതൊക്കെ വേറെ എക്സ്ട്രാ ഓപ്ഷൻസ് ആണ്. ഇതൊന്നും യൂഷ്വലി യൂസ് ചെയ്തില്ല. വെബ്സൈറ്റ് ഒക്കെ ഉള്ളവർക്കും സർട്ടിഫിക്കറ്റും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയും നമ്മൾ ഇതിനെ ഡിഫോൾട്ട് സെറ്റിംഗ് ആയിട്ട് സെറ്റ് ചെയ്ത് നമുക്കിത് അസൈൻ ചെയ്യാം. ഇതോടെ നമ്മുടെ എക്സാം ഇപ്പോൾ നമ്മൾ അസൈൻ ചെയ്തു. നമ്മുടെ സ്റ്റുഡൻറ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ 2 മണി ആയതുകൊണ്ട് ഈ സ്റ്റാർട്ട് ബട്ടൺ അവർക്ക് കാണാം. ഇത് 2 o'clock തൊട്ട് അവൈലബിൾ ആയതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ വന്നു, സ്റ്റാർട്ട് ബട്ടണും വന്നു. എന്നാൽ ഞാനിപ്പോൾ 2:05 ആണ് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർട്ട് ബട്ടൺ വരത്തില്ലായിരുന്നു. അവർക്കപ്പോൾ ഇപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലൈവായിട്ട് കാണാം. ഇനിയും അവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അവർക്ക് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ കാണും. അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര ടൈം ലിമിറ്റ് ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും കാണാം. എത്ര പാസ് മാർക്ക് ഉണ്ട് എല്ലാം കാണാം. അതിനുശേഷം അവർ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ 3 ക്വസ്റ്റ്യൻസ്, ഒരു പേജിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന നിലയിൽ അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാനിപ്പം ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ വേറെ ഒരെണ്ണമാണ് ഞാൻ അസൈൻ ചെയ്തത്. അതുകൊണ്ടാണ് 12 ക്വസ്റ്റ്യൻസ് കാണുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഹൗ മെനി ഡേയ്സ് ഡിഡ് റെയിൻ ഇൻ നോവാസ് ടൈം, എത്ര ദിവസമാണെന്ന് വെച്ചാൽ 40 days and 49. അപ്പം ഇങ്ങനെ സ്റ്റുഡൻറ്റിന് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് കാണാം ഇവിടെ. അപ്പം അവർക്കത് ഏതാണോ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനിയും നമ്മൾ മാച്ച് ദ ഫോളോയിങ് കണ്ടു. അതിനകത്ത് നമ്മുടെ മാച്ചസ് ആണ് നമ്മൾ റൈറ്റ് സൈഡാണ് നമ്മൾ ഷഫിൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അവർ കാണാൻ സാധിക്കും. അപ്പം അവർക്കത് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ഇപ്പം ഞാൻ മനഃപൂർവ്വമായിട്ട് ചിലതൊക്കെ റോങ് ആയിട്ട് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ആ ആൻസറിങ് അതിൻ്റെ ഇവാലുവേഷൻ കാണാൻ വേണ്ടി. ഇവർ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ അടുത്ത പേജിൽ പോകും. ഇതിപ്പം ഞാൻ സെലക്ട് ചെയ്തത് എല്ലാ ക്വസ്റ്റ്യൻസിനും ഒറ്റ മാർക്ക്, എല്ലാ ആൻസർ കറക്റ്റ് ആണെങ്കിൽ മാത്രം ഫുൾ മാർക്സ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതുപോലെയാണ്. അതുകൊണ്ട് ഇതിനകത്ത് എല്ലാ മാർക്സും എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രം അവർക്ക് ആൻസർ കിട്ടത്തുള്ളൂ, ഫുൾ മാർക്സ് കിട്ടത്തുള്ളൂ. ഇനിയും ഇതുമെല്ലാം
ഇത് മൾട്ടിമീഡിയ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെ ഇരിക്കും. നേരത്തെ നമ്മൾ കണ്ടതെല്ലാം നേരത്തെ കണ്ടത് ഡ്രോപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണുന്നത് മൾട്ടിമീഡിയ ചൂസ് ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, ഇനിയും ഇത് മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ മൾട്ടിപ്പിൾ ടൈപ്സ്. ഇവിടെ ആ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ, അതായത് കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് നമ്മൾ പറയണം. അപ്പം ഫസ്റ്റ് പ്ലേഗ് ഓഫ് ദ 10 പ്ലേഗ്സ് ഓഫ് ഈജിപ്റ്റ് വാട്ടർ ടേൺ ടു ബ്ലഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൻ്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവിടെ ഞാൻ കൊടുത്തത് അത് നമുക്ക് കാണാൻ സാധിക്കും. God created man in his own image. Men അല്ല, man ആണ്. അത് അവർ കറക്റ്റ് ചെയ്യുക. റൈറ്റ് ആൻ എസ്സേ ഓൺ ഫ്രീ വിൽ. അപ്പോൾ ഇവിടെ അവർ ഒരു എസ്സേ ആയിട്ട് അവർക്ക് ആൻസർ ചെയ്യുക ഈ ക്വസ്റ്റ്യൻ. ഒരു ലോങ് എസ്സേ അവർക്ക് ഇവിടെ ആൻസർ ചെയ്യാം, എന്നിട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ. പോൾ റോട്ട് ദ ഇത് നമ്മുടെ ഗ്രാമർ ക്വസ്റ്റ്യനകത്തെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാന്നുള്ള. പോൾ റോട്ട് ദ ആക്ട്സ് ഓഫ് അപ്പോസിൽ, അതിനകത്ത് പോൾ അല്ല ലൂക്ക് റോട്ട് ദ ആക്ട്സ് ഓഫ് അപ്പോസിൽസ് എന്ന് വേണം എഴുതാൻ. അതുപോലെ ഹൗ മെനി ബുക്സ് ആർ ദെയർ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. അപ്പം അതിനകത്ത് ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ബാങ്കിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. നമുക്ക് ബാങ്കിൽ നിന്ന് വേണേലും സെലക്ട് ചെയ്യാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പും ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്യുമ്പോൾ കൺഫേം ചോദിക്കും, വീണ്ടും ഒന്നുകൂടെ കൺഫേം ചെയ്യുക. ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഇനീഷ്യൽ മാർക്സ് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി എന്നുള്ളത് ഇവിടെ കാണിക്കും. പക്ഷേ ഇത് ഫൈനൽ സ്കോർ അല്ല, കാരണം സ്റ്റുഡൻറ്റിന് മാനുവൽ ഗ്രേഡിങ് ഒരു എസ്സേ ഉണ്ട്, ആ എസ്സേയുടെ മാർക്സ് കിട്ടാനുണ്ട്. അപ്പം നമ്മുടെ എസ്സേ മാർക്സ് കൂടെ ടീച്ചർ മാർക്ക് ആൻസർ കൊടുത്ത ശേഷം, അസൈൻ ചെയ്ത ശേഷം മാത്രമേ ആ ഒരു ഫുൾ മാർക്ക് സ്റ്റുഡൻറ്റിന് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് തിരിച്ച് ടീച്ചറിൻ്റെ സൈഡിൽ പോകാം. ടീച്ചർ ഇതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നോക്കാം. ക്ലാസ് 1 എക്സാമാണ് സ്റ്റുഡൻറ്റ് അറ്റൻഡ് ചെയ്തത്. നമുക്ക് അവിടേക്ക് തന്നെ പോവാം. ക്ലാസ് 1 എക്സാം അറ്റൻഡ് ചെയ്തു. ക്ലാസ് 3 സ്റ്റുഡൻസിനാണ് നമ്മൾ അസൈൻ ചെയ്തത്. അതിനകത്ത് ചെല്ലുമ്പം ജോൺ മാത്യു സ്റ്റുഡൻ്റ് ഉണ്ട്. 57.5% ആണ് ഇപ്പം സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്. അതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ട് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം ഈ എസ്സേ ക്വസ്റ്റ്യന് നമ്മൾ മാർക്സ് കൊടുക്കണം. അതുകൊണ്ട് അവിടെ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനൊരു 1 മാർക്കോ 2 മാർക്കോ എത്ര ഔട്ട് ഓഫ് 10 എത്ര മാർക്സ് ആണ് ആസ് പെർ ദ ആൻസർ കൊടുത്തിട്ട്, അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ആൻസേഴ്സ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവും. സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈലിൽ സ്റ്റുഡൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റിന് മാർക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കാണിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇവാലുവേഷന് എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ ഇവാലുവേഷനും കൂടെ ആഡ് ചെയ്യുന്നത്. അതോടെ അറ്റൻഡിങ് ദ എക്സാമിൻ്റെ സെക്ഷൻ കൂടി പൂർത്തിയായി. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.